നഷ്ടപ്പെട്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ നമുക്ക് ജീവനോടെ കിട്ടി. അങ്ങനെ ആ നേർച്ചയായിരുന്നു 303 കലത്തിൽ ഞങ്ങളിവിടെ പൊങ്കാലയിട്ട് ആദ്യമായിട്ട് ഇതിനകത്ത് പൊങ്കാലക്കലം വെച്ചത്. അതൊന്നും മറക്കാൻ പറ്റൂല നമുക്ക്. 2.5 വർഷം തളർന്ന് കിടക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് പൊങ്കാല ഇടിയിപ്പിച്ചേക്കാവുന്നു. കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാലയിട്ട് ഇപ്രാവശ്യം ഞാൻ നടന്നു വന്നു. ഇവിടെ മോളെ കിട്ടി. ഞങ്ങൾ മധ്യപ്രദേശ് ഇൻഡോർ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഭർത്താവ് വയ്യാതിരിക്കുക, നടക്കത്തില്ല. ഒന്ന് നടക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വന്നത്. എൻ്റെ പിള്ളേർക്ക് ജോലി കിട്ടണമെന്നുള്ളായിരുന്നു. എൻ്റെ 2 പിള്ളേർക്കും ജോലി കിട്ടി. 2 പേരും ഗൾഫിലാണ്. ഒരു എത്ര നിവൃത്തിയില്ല. ആ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വരണമെന്നുണ്ടാവും, ഞങ്ങൾ വരുകയും ചെയ്യും. അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക. നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല ജീവിതത്തിൽ നല്ല അനുഭവം അമ്മ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കാപ്പ് കെട്ടി കഴിയുമ്പോൾ 2ാമത്തെ ദിവസം വന്ന് തൊഴുവമ്മേ. ചുനക്കര ജനാർദ്ദനൻ, ചുനക്കര രാജൻ, ചുനക്കര രാമൻകുട്ടി, ചുനക്കര പ്രകാശ്, സത്യനും കോമ്പല്ലൂർ, ഇതെല്ലാം ചുനക്കരയുടെ ആൾക്കാരാണ്. അപ്പോൾ ആ നാട്ടിൽ ഞങ്ങൾ വരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ട് ഇത് ഉണ്ടാവത്തില്ലയോ? ഉണ്ടാവും. അത് സന്തോഷം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സ്ഥിരം ജന TV കാണുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഹായ്. രമേശ് ഏട്ടാ, ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹായ്. പൊങ്കാല ഇടാൻ ഓരോ ഭക്തരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ എത്തുന്ന ഭക്തർക്ക് എല്ലാവർക്കും ഉണ്ട് അമ്മയെ പറ്റിയുള്ള ഓരോ കഥകൾ പറയാം. അതൊന്ന് കേട്ടു നോക്കിയാലോ? പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങൾ 3-4 ദിവസം യാതൊരു നല്ല നമുക്ക് ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സും പിന്നെ റിലേറ്റീവ്സൊക്കെ കൂടിയിട്ടാണ് വരവ്. ഞങ്ങളൊരു 10-20 പേരുണ്ടാവും ഗ്യാങ്ങിൽ. നല്ല എക്സ്പീരിയൻസ് ആണ്. ഓ പിന്നെ ഞങ്ങളൊരു ദിവസം അതേപോലെ ഭയങ്കര റഷായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം കേട്ടോ, ഫസ്റ്റ് പ്രാവശ്യം. അപ്പോൾ റഷിൽ ഞങ്ങൾ തിരിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കാറ്റ് വന്ന് ഞങ്ങളെ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് തള്ളി കൊണ്ടുപോയിട്ട് ഞങ്ങൾ നേരെ തൊഴുത് പോകും. പിന്നെ നന്നായി കാണാൻ പറ്റും. ഭയങ്കര ഒരു സങ്കടവും സന്തോഷമൊക്കെ വരുന്ന ഒരു സമയമായിരുന്നു അത് പിന്നെ ഞങ്ങൾക്ക് എല്ലാ വർഷവും വരണം, ഇനി അടുത്ത വർഷം വരണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സ്ഥിരം ജന TV കാണുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഹായ്. രമേശ് ഏട്ടാ, ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹായ്. ഞാൻ 2.5 വർഷം തളർന്ന് കിടക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് പൊങ്കാല ഇടിയിപ്പിച്ചേക്കാവുന്നു. കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാലയിട്ട് ഇപ്രാവശ്യം ഞാൻ നടന്നു വന്നു ഇവിടെ അമ്മയുടെ അനുഗ്രഹത്തെ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 മാസമായി റൂം എടുത്ത് അവിടെ വന്ന് അമ്മയെ നല്ലപോലെ കണ്ടു തൊഴുതു. അമ്മ ഇന്നലെ ഞാൻ മരണമെന്ന് ഉദ്ദേശിച്ചതല്ല, കാരണം കഫക്കെട്ട് നടക്കാൻ വയ്യ. പക്ഷേ എന്താ അമ്മയുടെ അനുഗ്രഹം. ഇവിടെ സന്തോഷമായിട്ട് വന്നു. നാളെ പൊങ്കാലയിട്ട് എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ മേടിച്ചും കൊണ്ട് നാട്ടിൽ ചെന്നെത്തണം. അമ്മയുടെ ശക്തിയാലല്ല ഇപ്പം ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. നടക്കത്തില്ലായിരുന്നു, കയ്യൊക്കെ ഇങ്ങനെ നടന്നു പോയതായിരുന്നു. ഇപ്പം ചികിത്സ അവിടെ ഐറസ് ഹോസ്പിറ്റലിൽ ചികിത്സയാണ്. അമ്മയുടെ അനുഗ്രഹത്തെ ഇനി അടുത്ത വർഷവും വരാനൊക്കുന്ന കാലം വരെ ഇവിടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലല്ല, ഞങ്ങളിപ്പോൾ ഇത് 11ാമത്തെ വർഷമാണ് വരുന്നത്. ബാംഗ്ലൂരിലാണ് ഞങ്ങൾ വരുന്നത്. 11ാമത്തെ വർഷമാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് ഞങ്ങൾ വരുന്നത്. ഭയങ്കര ത്രില്ലായിരുന്നു ഞങ്ങൾക്ക് വരെ. പക്ഷെ നല്ല ഒരു ഭക്തിയും അതും ഉള്ളതായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു പൊങ്കൽ ചെയ്യുന്നതൊക്കെ. ഭയങ്കര തിരക്കും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ വരെ നടക്കുന്നുണ്ട്. അതായത് ഞാനൊരു വീടിന് വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മയ്ക്ക്. പിന്നെ എൻ്റെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതെനിക്ക് വീട് തന്നു അമ്മ. ഇപ്പം 4 വർഷമായി വീട് തന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ പൊങ്കാല ഇടാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറ്റുന്നിടത്തോളം എനിക്ക് ആരോഗ്യവും ആയുസ്സും തന്നു കഴിഞ്ഞാൽ അതുവരെ ഇവിടെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആറ്റുകാലമ്മ അതിന് എനിക്ക് അനുഗ്രഹിക്കണം. ഇനിയുള്ള പ്രാർത്ഥന അമ്മേൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നല്ല അനുഗ്രഹങ്ങളും നല്ലതാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഓരോ നടക്കുന്നുണ്ട്. ആണെങ്കിൽ എൻ്റെ മോള് കല്യാണം വേണ്ടാന്നും പറഞ്ഞിരുന്നതാണ്. ഞാൻ അതിനു വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു പൂജയ്ക്ക് അമ്മയുടെ കല്ല ഈ പൊങ്കാലയ്ക്ക് വേണ്ടി വന്നത്. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മോളുടെ കല്യാണം കഴിയുന്നിടം വരെ ഞാൻ അമ്മയുടെ അടുക്ക വന്ന് പൊങ്കാല ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മോളുടെ കല്യാണം ഫിക്സായി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ് ഈ അടുത്ത ഓഗസ്റ്റിലെ കല്യാണമാണ്. എന്നാലും എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇവിടെ വന്ന് ഞാൻ പൊങ്കാല ഇടും. അത് ഞാനും എൻ്റെ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലം അമ്മയുടെ അടുക്ക വന്നിട്ട് പൊങ്കാല ഇടുന്നു. അതെ.
ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്കാണ് എത്തിയത്. ഞങ്ങൾ ഇതിനു മുമ്പ് അവിടെ ബാംഗ്ലൂർ പൊങ്കാല ഉണ്ടായിരുന്നു, അവിടെ ഇട്ടുകൊണ്ടിരുന്നത്. ഒരു നാൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നി ഇവിടെ വന്നിടണം എന്ന് ഞങ്ങളൊരു 3 പേരുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷേ പിറ്റേ വർഷം തൊട്ട് ഞങ്ങളിവിടെ വരാൻ അമ്മ ഞങ്ങളെ അനുവദിച്ചു. അമ്മയുടെ വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്ന അമ്മയാണ്. അത് നല്ല അനുഭവമാണ്. നന്നായിട്ട് അമ്മ ആദ്യത്തെ വർഷമാണ് പൊങ്കാല ഇടാൻ തന്നെ. ഞങ്ങൾ മാംഗ്ലൂരാണ് സെറ്റിൽ. പിന്നെ ഇവിടെ നാട്ടു വീടൊക്കെ ഉണ്ട്. ആ സമയത്തൊന്നും ഇടാൻ വന്നിട്ടില്ല. ഇപ്പം നാട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പം പൊങ്കാല ഇടാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 40 വർഷം മാംഗ്ലൂരായിരുന്നു. മക്കളെല്ലാം അവിടെയാണ് പഠിച്ചതും എടുത്തത്. എന്നാലും ഞങ്ങൾക്ക് നാട്ടിലെല്ലാം ഉണ്ട്. എന്നാലും പക്ഷേ സമയത്തിന് പൊങ്കാല ഇടാൻ വരാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്കൊരു മൂന്നാമതൊരു കുട്ടിയാണോയിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പൊങ്കാല സാധിച്ചു. വിശ്വാസമാണ്. ഇപ്പം 12 വർഷമായി. ഇനി 12ാമത്തെ പൊങ്കാല ഒരു മോളെ കിട്ടി എനിക്ക്. ഞങ്ങൾ മധ്യപ്രദേശ് ഇൻഡോർ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ വളരെ ഇവിടുത്തെ വൈബ് കണ്ടിട്ട് വളരെ ഒരു ഉത്സാഹവും തോന്നി. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട അമ്മയുടെ ആറ്റുകാൽ ഉത്സവത്തിന് ഞങ്ങൾ പങ്കിടാൻ വന്നതാണ്. ഞാനും ഓൾറെഡി ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വളരെ നല്ല വൈബാണ് ഇവിടെ നടക്കുന്നത്. ഇത് എൻ്റെ ഫ്രണ്ട് ഗീത എസ് കുമാർ. ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് വന്നതാണ്. വളരെ നല്ല അനുഭവം. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടുത്തെ വൈബ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും വന്നു. നാളെ എൻ്റെ പിറന്നാളും കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ പൊങ്കാല ഇടാം. തമ്പാനൂർ തന്നെ സ്റ്റേ ചെയ്യും. യെസ് ഡെഫിനറ്റ്ലി നടന്നു. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഉപരിപഠനമായിരുന്നു ഉദ്ദേശിച്ചത്. അത് നടന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക വീണ്ടും. 40 വർഷത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പം വന്നത് എൻ്റെ മോൾ അടുത്ത വർഷം SSLC പരീക്ഷ നല്ല മാർക്കോട് അടുത്ത മോഡൽ എഴുതണം. ഈ ടൈമിലൊക്കെ മോഡൽ എക്സാം കഴിയും. അതിനായിട്ട് ഞാൻ വന്നതാണ് മോളെയും കൊണ്ട്. 2ാമത്തെ പ്രാവശ്യമുണ്ട്. ആ തന്നെ നടക്കുമെന്നുള്ളത് കൊണ്ടാണ് വന്നത്. ആ അത്രയ്ക്കും മനസ്സിൽ വിഷമം കൊണ്ട് വന്നേന്. നടക്കുമെന്നാണ് 100% വിശ്വാസം. അത്രയ്ക്ക് വിശ്വാസം. ആ തന്നെ. അല്ല 2ാമത് 2 പ്രാവശ്യം. ഇതും കൂടെ 2 പ്രാവശ്യമായി. ആദ്യത്തെ തവണ വന്ന് കണ്ടപ്പോൾ ഇനിയും വരണമെന്ന് തോന്നി. അതുകൊണ്ട് 2ാമതും വന്നു. 3ാമത്തെ പ്രാവശ്യം ഇത് തൊഴുത് നിർത്തിയപ്പം വീട് പണി തുടങ്ങി. ഒന്ന് മുടങ്ങിയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചപ്പോഴേ വീട് പണി പൂർത്തിയായി. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഉണ്ട്. വിശ്വാസത്തിലാണ് വന്നത്. പ്രാവശ്യം അതുപോലെ തന്നെ വേറെ എൻ്റെ ഭർത്താവ് വയ്യാതിരിക്കുക. നടക്കത്തില്ല. ഒന്ന് നടക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വന്നത്. അങ്ങനെ ഓരോ ഉദ്ദേശത്തിലും വന്ന് സാധിക്കുന്നുണ്ട്. 3ാമത്തെ വർഷമാണ് വരുന്നത്. എന്തുകൊണ്ടും കുഴപ്പമില്ലായിരുന്നു. നല്ല അനുഭവങ്ങളാണ്. നല്ല ഇവിടുത്തെ ആൾക്കാർ നല്ല സഹകരണങ്ങളാണ്. ഇതുവരെ നമുക്ക് ഇത് 3ാമത്തെ വർഷമാണ് വരുന്നത്. കുഴപ്പമൊന്നുമില്ല. നല്ല സഹകരണങ്ങളാണ്. ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഏതായാലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ പിള്ളേർക്ക് ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. എൻ്റെ 2 പിള്ളേർക്കും ജോലി കിട്ടി. 2 പേരും ഗൾഫിലാണ്. മോളെ കല്യാണവും കഴിഞ്ഞ് മോളെയും കെട്ടിച്ച് കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ടിരിക്കും. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അതെ. ഇനിയിപ്പോൾ ഇനിയും ഞാൻ എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം എൻ്റെ വൈഫിനെ കൊണ്ടൊന്ന് പൊങ്കാല ഇടും. അല്ലല്ല, ഞാൻ 2004 തൊട്ട് ഞങ്ങൾ ഇതിനകത്തിടുന്നത്. ഞാനിവിടെ താമസിച്ചിരുന്നതാണ്. ഇപ്പം ഞങ്ങൾ റിട്ടയർഡായി ഇവിടുന്ന് മാറിപ്പോയി. എങ്കിലും ഇവിടെ തന്നെ എല്ലാ വർഷവും പൊങ്കാലയിടാൻ വരും. ഞങ്ങളാണ് ഇതിനകത്ത് ഈ ക്വാർട്ടേഴ്സിനകത്ത് ആദ്യമായിട്ട് പൊങ്കാല കലം വെച്ചത് ഞാനാണ്. ആഗ്രഹം അന്ന് എൻ്റെ നാത്തുവിൻ്റെ മക്കൾ അങ്ങ് ആൻഡമാനിലായിരുന്നു. ആൻഡമാനിലല്ല, ലക്ഷദ്വീപിൽ. അവിടെ ഒരു വെള്ളപ്പൊക്കത്തിലൊക്കെ നഷ്ടപ്പെട്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ നമുക്ക് ജീവനോടെ കിട്ടി. അങ്ങനെ ആ നേർച്ചയായിരുന്നു. 303 കലത്തിൽ ഞങ്ങളിവിടെ പൊങ്കാലയിട്ട് ആദ്യമായിട്ട് ഇതിനകത്ത് പൊങ്കാലക്കലം വെച്ചത്. അതൊന്നും മറക്കാൻ പറ്റൂല നമുക്ക്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ഇതിനകത്ത് തന്നെ പൊങ്കാലയിടുന്നത്. എല്ലാ വർഷവും ഞാൻ രാവിലെ ഇവിടെ എത്തി. ഞങ്ങളിവിടുന്ന് പോയി എങ്കിൽ പോലും ഞാൻ എല്ലാ വർഷവും തലേ ദിവസം രാവിലെ ഇവിടെ എത്തും. ഞങ്ങളും കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങളിവിടെ ഇടുന്നത്. എല്ലാ വർഷവും ഇവിടെ കൊടി കയറുമ്പോഴേ തൊട്ട് അവർ ഞങ്ങൾക്കൊപ്പം അവരുണ്ട്. ഇവിടെ വരാൻ ഞങ്ങൾക്ക് വെപ്രാള എന്ന് പൊങ്കാല ഇട്ടിട്ട് മോൻ വയ്യാതെ നടന്നപ്പോൾ വണ്ടി അപകടം പറ്റി അങ്ങനെ
സുഖമാക്കി തന്ന് ഞങ്ങൾ അന്നോട്ടേ ഇവിടെ അമ്മയോടങ്ങ് പ്രാർത്ഥിക്കുക എല്ലാ വർഷവും. ഇവിടെ വന്ന് പൊങ്കാല ഇടും. എത്ര പൈസ ഇല്ലെങ്കിലും കടമെങ്കിലും മേടിച്ച് ഇവിടെ വരും. ആ ചേച്ചി നല്ലപ്പോഴാണ് ഇവിടെ വരുന്നത്. അങ്ങനെ മറക്കാൻ പറ്റില്ല, അമ്മേനെ മറക്കാൻ പറ്റും. ഞാൻ മാസം തോറും പോകും അമ്മേരെ അടുത്ത്, എല്ലാ മാസവും. പിന്നെ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ അമ്മേരെ അടുത്ത് പോയിരുന്നു, അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും. അവിടെ ഇരിക്കും, ഒരുപാട് സമയം അവിടെ ഇരുന്നിട്ടാണ് വരുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കൂടെ വന്നോളാൻ വയ്യ, ഞങ്ങൾക്ക് ഇനി വന്നാൽ മതിയേ. ഞങ്ങൾ എപ്പോഴാണ് ഇനി വന്നാൽ മതി. ഞങ്ങൾക്ക് എപ്പോഴും ഉറക്കത്തിലും രാവിലെയും വെളുപ്പിലും എപ്പോഴും നമുക്ക് ഇവിടെ നിൽക്കുവാൻ നമ്മളങ്ങ് തോന്നുവാങ്ങ്. ഞങ്ങൾക്ക് ഇനി വരണം. അങ്ങനെയുള്ള ഒരു ഇതാണ്. കൊച്ചുങ്ങൾക്ക് അത് പോകണം തന്നെ, എനിക്ക് അത് പോകണം തന്നെ, എൻ്റെ ഭർത്താവിനും അത് പോകണം തന്നെ. ഞങ്ങളുടെ സ്ഥലം എഴുവണമാണ്. ആ ചേച്ചി എഴുവണം, ഇപ്പം പുതിയതായിട്ട് വരുവാ. പ്രാർത്ഥിച്ച് അമ്മ എനിക്കത് സഫലമാക്കി തന്ന് അതിൻ്റെ പേരിൽ ഞാൻ വന്ന് ആദ്യമായിട്ട് പൊങ്കാല ഇടുവാണ്. എന്തായിരുന്നു ആഗ്രഹം? അത് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മൾ വന്ന് ഇടുന്നു. അതെല്ലാം അമ്മ നമുക്ക് നേടി തന്നു. അതുകൊണ്ട് നമ്മൾ അമ്മയെ സങ്കല്പിച്ച് വന്നിടുകയാണ്. ആദ്യമായിട്ട് വന്നിടുകയാണ് ഞാൻ. എൻ്റെ കൂട്ടുകാരിയുടെ കൂടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ എഴുവണാണ്. കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 3 കാലത്ത് പൊങ്കാല ഇട്ടൊക്കെയാൻ തന്നെയായിരുന്നു. പൊങ്കാലയുടെ 1 വർഷമായപ്പോഴത്തേക്ക് കുട്ടിയായി. അവന് 4 വയസ്സായി. ഇപ്പം ഞാൻ 3 കാലത്ത് പൊങ്കാല ഇടാൻ വന്നത്. എനിക്കിതിനിടയ്ക്ക് സുഖമില്ലാതായിപ്പോയി, വരാൻ പറ്റിയില്ല. ഇപ്പോൾ അതിനായിട്ട് വന്നത്. എൻ്റെ കൊച്ചുമോന് വേണ്ടി ഒന്ന് ഇടാൻ വന്നത്. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കും, നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കുകയും ചെയ്യും. ശക്തിയോടെ നമ്മൾ കാര്യം വിളിച്ചാൽ കിട്ടും. ഇന്ത്യയുടെ മോള് ഇപ്പം വിശേഷമുണ്ട്. അത് അമ്മ ഇനി ബാക്കി എല്ലാ കാര്യം സാധിച്ചു കൊടുക്കട്ടെ. അടുത്ത പ്രാവശ്യം നിങ്ങളത് പറയാം. ഭയങ്കര ഒരു സന്തോഷമാണ്. എല്ലാ വർഷവും ആറ്റുവല്ലമ്മയുടെ നടയിൽ പൊങ്കാല ഇടാനായിട്ടുള്ള ഒരവസരം നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അപ്പം നമുക്ക് ഓരോ നേർച്ചകളായിരിക്കും നമ്മൾ മനസ്സിനകത്ത് ഓരോ ആഗ്രഹങ്ങൾ വെച്ചാണ് നമ്മൾ വരുന്നത്. തന്നെ എൻ്റെ മകൻ്റെ കല്യാണക്കാര്യം തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ദേവിയുടെ മുമ്പിൽ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു, മോൻ്റെ വിവാഹം. പക്ഷെ അത് അമ്മ നല്ല രീതിയിൽ നടത്തി തന്നു. ഒരു ഭയങ്കര ഒരു സന്തോഷം. പിന്നെ നമ്മൾ എല്ലാവരും ഓരോ പ്രതീക്ഷയോടെ വരുന്ന അവർക്കെല്ലാം ദേവി നല്ല അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ഇനിയുള്ള കാര്യങ്ങളും നല്ലതുപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ 18ാമത്തെ വർഷമാണ് പൊങ്കാല ഇടുന്നത്. 2 വർഷം ഇടാൻ പറ്റിയില്ല. 16ാമത്തെ പൊങ്കാല ഇപ്പോൾ ഇടുന്നത്. നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാം കൊണ്ടും നല്ലതേ വന്നിട്ടുള്ളൂ. അമ്മയുടെ അടുത്ത് വരാൻ ഒരു എത്ര നിവൃത്തിയില്ല. ആ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വരണമെന്നുണ്ടാവും, ഞങ്ങൾ വരികയും ചെയ്യും. അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക. നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിൽ നല്ല അനുഭവം അമ്മ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കാപ്പ് കെട്ടിക്കഴിയുമ്പോൾ 2ാമത്തെ ദിവസം വന്ന് തൊഴും അമ്മേ. പിന്നെ പൊങ്കാല ഇടാൻ പറ്റുള്ളൂ. നല്ല അനുഭവമാണ്. ഉണ്ട്. എൻ്റെ മോക്കൊരു വീടില്ലായിരുന്നു. എൻ്റെ മോക്കൊരു വീട് വേണമെന്നുള്ള മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. വസ്തു മേടിച്ച് 3-4 വർഷം കഴിഞ്ഞിട്ട് വീട് വെക്കാൻ പറ്റിയില്ല. വീട് വെച്ച് 3-4 വർഷം വീണ്ടും വിട്ടിരുന്നു. അങ്ങനെ 10-12 വർഷം കഴിഞ്ഞ് ഇപ്പോൾ വീട് പൂർത്തീകരിച്ച് പാല് കാച്ചി താമസമായി. അത് വലിയ സന്തോഷം വേറെ ഉണ്ട്. ഇനി വലിയൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു മകനുണ്ട്. മകന് കല്യാണം വേണം. അത് ഇതുവരെ ഒന്നും ഒത്തിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വളരെ സന്തോഷം. ചുനക്കര ജനാർദ്ദനൻ, ചുനക്കര രാജൻ, ചുനക്കര രാമൻകുട്ടി, ചുനക്കര പ്രകാശ്, സത്യൻ കോമ്പല്ലൂർ, ഇതെല്ലാം ചുനക്കരയുടെ ആൾക്കാരാണ്. അപ്പോൾ ആ നാട്ടിൽ ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ട് ഇത് ഉണ്ടാവത്തില്ലയോ? ഉണ്ടാവും. അത് സന്തോഷം. മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. എല്ലാം നടന്നു. എല്ലാം നല്ല വിശ്വാസവും. നമ്മൾ നമ്മൾ അമ്പലത്തിൽ പോകും, തൊഴുതിട്ട് വന്നിട്ട് അവിടെ വന്നിരിക്കും. ഞങ്ങൾ ടൈറ്റാനിയം ഞങ്ങൾ രാവിലെ വന്നു. ഞങ്ങൾ ആറ്റുകാലിൽ പോയി. ഇന്ന് പോയി മണ്ടക്കാട്ട് പൊങ്കലിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ അനുഭവം വീട് കിട്ടാൻ വേണ്ടി, പഞ്ചായത്തിന്റെ വീട് കിട്ടാൻ വേണ്ടി കിട്ടി ഞങ്ങൾക്ക്. അതായിരുന്നു സന്തോഷം. അമ്മയ്ക്കോ അത് തന്നെ. എത്ര വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ വരുന്നതാണ്. ഞങ്ങൾ തലേന്നേ വരും, പൊങ്കാലയിടും. എല്ലാ വർഷവും വരും. ഈ വർഷം പൊങ്കാലയിടും. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമായി. അടിപൊളി. ഭയങ്കര തിരക്കും സന്തോഷമായി ഞങ്ങൾക്ക്. മര്യാദയ്ക്ക് വരും. ഞാൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരണം. ആഴ്ച ഞങ്ങൾ ദൈവം ഞാൻ ഇട്ടേക്ക് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരും അമ്മയെ കാണാൻ. 2 പേരും പോയി രക്ഷപ്പെടണേ എന്ന് പറഞ്ഞ് അതെല്ലാം രക്ഷപ്പെട്ട് അമ്മ തന്നു. വീട് വേണമെന്ന് പറഞ്ഞ് വീട് വെച്ച് തന്നു. എല്ലാ കാര്യങ്ങളും സാധിച്ചത്. അങ്ങനെ എല്ലാം തൃപ്തിയായിട്ടിരിക്കും. സന്തോഷമായിരുന്നു. 2 മക്കളുടെ കല്യാണം കഴിഞ്ഞ് അവർ സന്തോഷമായി ജീവിക്കുന്നു. എല്ലാം തൃപ്തിയായിട്ട് വന്നു. ആഗ്രഹിച്ചെല്ലാം നടന്നു.
വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ആവുന്നിടം വരെ വരണമെന്നുള്ളത്. അത്ര വർഷം കൊണ്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ആവുന്നിടം വരെയും വരും സന്തോഷമായിട്ട്. 5 വർഷം കൊണ്ട് പൊങ്കാല ഇടുക. എൻ്റെ മരുമോള് സുഖമില്ലാതെ വന്നു മരിച്ചു പോയെന്ന് വെന്റിലേറ്ററിൽ കിടന്നു. എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു, അമ്മ എവിടെയെങ്കിലും ഒരു വഴിപാട് പറയാം. അപ്പം ഞാൻ വഴിപാട് പറഞ്ഞു. ആറ്റുകാലമ്മയെ വിളിച്ച് പറഞ്ഞു. ആറ്റുകാലമ്മ എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ മോളെയും കുഞ്ഞിനെയും തിരിച്ച് ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ ആറ്റുകാലമ്മയിൽ നിന്നുണ്ട്. മരിക്കുന്നിടം വരെ ആറ്റുകാലമ്മ എടുക്കാൻ ഞാൻ വരും. സത്യം ചെയ്ത് പറഞ്ഞതാണ്. അതിന് ഇന്ന് വന്നതാണ്. അവിടെ ഞങ്ങൾ ഭയങ്കര തിരുവാതിര കളി കഴിഞ്ഞേച്ച് വരുക. ചെങ്ങന്നൂന്ന്. ചെങ്ങന്നൂർ ചെറിയനാട്. എൻ്റെ വിശ്വാസം മരിക്കുന്നിടം വരെ എനിക്ക് ആറ്റുകാലമ്മയോടുള്ള വിശ്വാസം മരിക്കത്തില്ല, മറക്കത്തില്ല. കൈവിടത്തില്ല, അമ്മ കൈവിടത്തില്ല. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അമ്മയെ വന്ന് കണ്ടുപോയി. അമ്മ എല്ലാ അനുഗ്രഹങ്ങളും തന്നു. അതിൽ കൂടുതൽ വേണ്ടല്ലോ ഉണ്ടോ? എൻ്റെ കയ്യിൽ 5 പൈസ എല്ലാം അവിടെ വന്നിരുന്നു. എൻ്റെ അടുക്ക ഇരുന്നവരെല്ലാം എനിക്ക് ആഹാരം മേടിച്ച് തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2 ഈര മലയ്ക്ക് പോയി. ഈ വർഷവും പോയി. ആദ്യം മലയ്ക്ക് പോയി 18 മല പോയിട്ട് ഇപ്പം 7ാമത്തെ വർഷം. ഇപ്പം ഒന്നേന്ന് പോണു. പിന്നെ മണ്ടക്കാറ്റ് പോയി പൊങ്കാല ഇട്ട്. പിന്നെ കല്ലേലി അമ്പലത്തിൽ പോയി പൊങ്കാല ഇട്ട്. പിന്നെ വേങ്കേല പോകും. എല്ലാ അമ്പലങ്ങളിലും പോകും. ഇവിടെയും വരും. എങ്ങനെയുണ്ട്? ഇത്ര വർഷമായില്ലേ പൊങ്കാല ഇടുന്നത്? നോക്കളെ. അമ്മ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നിട്ടുണ്ടോ? എല്ലാ വർഷവും വരും. ദേവിയെ കണ്ടോ? ദേവിയെ ഇന്ന് പോയി അങ്ങ് പോവാൻ പറ്റൂല. കഴിഞ്ഞ മാസത്തിൽ അമ്മയെ പോയി കണ്ട് തൊഴുത്. കേട്ടില്ലേ? വന്ന ഭക്തർക്ക് എല്ലാം പറയാനുള്ളത് അമ്മ നൽകിയ അനുഗ്രഹത്തിന്റെ കഥകളാണ്. ദൂരങ്ങളിൽ നിന്ന് പോലും അമ്മയൊന്ന് കാണാൻ, പൊങ്കാലയിടാൻ ഇപ്പോഴും ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ഭക്തർക്കെല്ലാം അമ്മയുടെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടായിരിക്കട്ടെ. നമസ്തേ.